ം വിഷ്ണു സഹസ്രനാമ സ്തോത്രം ശ്ലോകം 58. ഋതു സുദർശന കാല പരമേഷ്ടി പരിഗ്രഹ ഉഗ്ര സംവത്സരോ ദക്ഷോ വിശ്രാമോ വിശ്വദക്ഷിണ. ഹരിയോം. 416 നാമം ഋതുഹു. ഭഗവാൻ കാലസ്വരൂപിയാണ്. കാലങ്ങളെ ഋതുക്കളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാന് ഋതുഹു എന്ന നാമം. 414 നാമം സുദർശന. ഭഗവാന്റെ കയ്യിലെ ചക്രം സുദർശനമാണ്. അത് പ്രതീകമായിട്ടുള്ളത് നമ്മുടെ ഉള്ളിലെ അജ്ഞാനത്തെ നീക്കി ജ്ഞാനത്തെ പ്രകാശം ചെയ്യിക്കുന്നതാണ് എന്നാണ്. അങ്ങനെ ശുഭമായ ദർശനത്തെ തരുന്നു എന്ന ഒരു സൂക്ഷ്മാർത്ഥം ആ സുദർശന ചക്രത്തിനുണ്ട്. ഇങ്ങനെ ഭഗവാന്റെ ദർശനം ലഭിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ ജ്ഞാനം തെളിയണം. അങ്ങനെ ജ്ഞാനം തെളിഞ്ഞാൽ നമുക്ക് ഭഗവാൻ സുദർശനം തരുന്നു, നല്ലൊരു ദർശനത്തെ തരുന്നു. അങ്ങനെ ആ മോക്ഷഫലത്തെ കൊടുക്കത്തക്ക വിധത്തിലുള്ള ശോഭനമായ ദർശനത്തെ കൊടുക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് സുദർശന. 418 നാമം കാലഹ. ഇവിടെ കാലം എന്നതിന് സകല ജീവജാലങ്ങളുടെ സുകൃത ദുഷ്കൃതങ്ങളെ ഒക്കെ അതാത് സമയങ്ങളിൽ തന്നെ കണക്കാക്കി വെക്കുന്നവൻ. ആ ഒരു കാലഗണനം ഭഗവാൻ വളരെ കൃത്യമാക്കിയാണ് ചെയ്യുന്നത്, അതൊക്കെ വെക്കുന്നത്. അതിനാൽ ഭഗവാൻ കാലഹ. 419 നാമം പരമേഷ്ടി. ഏറ്റവും പരമമായ ഉത്കൃഷ്ടമായ തൻ്റെ ആ ഒരു ധാമത്തിൽ അങ്ങനെ സ്ഥിതി ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിലാണ് പരമേഷ്ടി. ഇനി ഭഗവാൻ നമ്മുടെയൊക്കെ ഹൃദയമാകുന്ന ആകാശത്തിൽ എപ്പോഴും സ്ഥിതി ചെയ്യുന്നു എന്നതിനാലും പരമേഷ്ടി എന്ന നാമം. 420 നാമം പരിഗ്രഹ. ശരണാർത്ഥികളാൽ എല്ലായിടത്തു നിന്നും ഗ്രഹിക്കപ്പെടുന്നവൻ പരിതഹ. എന്നാൽ എപ്പോഴും തങ്ങളുടെ ശരണത്തിനായിട്ട് പ്രാപിക്കപ്പെടുന്നവൻ എന്ന അർത്ഥത്തിൽ പരിഗ്രഹ. ഇനി ഭക്തന്മാരാൽ അർപ്പിക്കപ്പെടുന്ന പത്രം, അതായത് ഇല, പുഷ്പം, ഇനി വെള്ളമായാലും അതൊക്കെ സന്തോഷത്തോടു കൂടി പരിഗ്രഹിക്കുന്നവൻ, സ്വീകരിക്കുന്നവൻ എന്ന അർത്ഥത്തിലും പരിഗ്രഹ. 421 നാമം ഉഗ്രഹ. ഉഗ്രമൂർത്തിയാണ് ഭഗവാൻ. അതുകൊണ്ട് സൂര്യാദി ദേവന്മാർ പോലും ഭയപ്പെടുന്നു എന്നതിനാൽ ഉഗ്രഹ. 422 നാമം സംവത്സര. എല്ലാ ഭൂതങ്ങളും ഈ ഭഗവങ്കൽ സംവസിക്കുന്നു എന്നതിനാൽ സംവത്സര. 423 നാമം ദക്ഷ. ജഗത്തായിട്ട് തന്നെ സ്വയം വർദ്ധിപ്പിച്ച് കൊണ്ടിരിക്കുന്നു എന്ന അർത്ഥത്തിൽ ദക്ഷ. ഇനി ദക്ഷൻ എന്നതിന് സമർത്ഥൻ എന്നൊരു അർത്ഥമുണ്ട്. ഈ ലോക സൃഷ്ടി നടത്തുക മാത്രമല്ല, എല്ലാം വളരെ കണിശമായിട്ട് കൃത്യമായിട്ട് ചെയ്യാൻ സാമർഥ്യം ഉള്ളവൻ എന്ന അർത്ഥത്തിലും ദക്ഷ. 424 നാമം വിശ്രാമഹ. ഈ സംസാര സാഗരത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഏവർക്കും ഒരു വിശ്രമം, ശരിയായ വിശ്രമം ലഭിക്കുന്നത് ഭഗവാനിൽ മനസ്സ് വെക്കുമ്പോൾ മാത്രമാണ്. ബാക്കിയെല്ലാം നമുക്ക് തളർച്ചയെ മാത്രമേ തരുന്നുള്ളൂ. ബാക്കി എന്ത് കർമ്മവും നമുക്ക് തളർച്ചയെ തരുന്നുള്ളൂ എന്നാണ്. ഭഗവാനുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് കൂടുതൽ ഊർജമാണ് തരുന്നത്. മാത്രമല്ല ഒരു ശാന്തി, അതാണ് വിശ്രാന്തി. നമുക്കൊരു ശാന്തിയെ തരുന്ന അഭയസ്ഥാനമാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ വിശ്രാമഹ. 425 നാമം വിശ്വദക്ഷിണ. എല്ലാവരെക്കാളും ശക്തനായിട്ടുള്ളവൻ, എല്ലാ കർമ്മങ്ങളിലും സാമർഥ്യമുള്ളവൻ, വിശ്വത്തിനേക്കാളും ദക്ഷിണൻ. അതാണ് വിശ്വദക്ഷിണൻ. ദക്ഷിണം എന്നാൽ ശക്തൻ എന്ന അർത്ഥമാണ് കൊടുത്തിട്ടുള്ളത്. വിശ്വദക്ഷിണ. ഹരിയോം.